ഞാൻ മണ്ണൂർ ചന്ദ്രൻ, പൊറാട്ടുകളി ആശാനാണ്. പാരമ്പര്യമായി ഇത് കൊണ്ടാടിയ ഒരു തറവാട്ടിൽ ജനിച്ചൊരാളാണ്. പൊറാട്ട് കളി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പൊറാട്ട്? പുറം പ്ലസ് ആട്ടം ഇതാണ്. അതായത് കൂത്തും കൂടിയാട്ടങ്ങളൊക്കെ അമ്പലം മതിൽക്കെട്ടിൻ്റെ അകത്ത്, ഇത് പുറത്ത് പാടത്തും പറമ്പിലും. അങ്ങനെ പുറത്തെ ആട്ടമായി മാറി, അങ്ങനെ ഒരു പേര് ഇതിലേക്ക് വന്നിരിക്കുകയാണ്, പുറത്ത് കെട്ടിയാടുന്നത് കൊണ്ട്. ഇതിൻ്റെ തുടക്കം കുറിച്ചത് പാലക്കാട് ജില്ലയിലെ നമ്മുടെ പട്ടികജാതിക്കാരായ പാണസമുദായക്കാർ കുഴൽമന്നം പഞ്ചായത്തിൻ്റെ അടുത്ത് പല്ലഞ്ചാത്തനൂരുകാരായ ഒരു പാണനും പാട്ടിയും, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, അവർ ഈ പട്ടക്കുട നിർമ്മിക്കുന്നതിന് കാട്ടിൽ പോയതാണ്. ഈറ്റ മുള എന്ന് പറഞ്ഞത് വെട്ടിക്കെട്ടി ശരിയാക്കുമ്പോഴേക്കൊക്കെ രാത്രിയായി, തിരിച്ചു വരാൻ പറ്റാണ്ടായി. കാട്ടിനകത്തായത് കൊണ്ട് വന്യമൃഗങ്ങൾ പാസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഉണക്ക വിറകുകളൊക്കെ പെറുക്കി കൂട്ടി വെള്ളാരം കല്ലുരച്ച് തീയുണ്ടാക്കി ആ വിറക് കത്തിച്ച് തീയിൻ്റെ അടുത്ത് മൃഗങ്ങളൊന്നും വരില്ലല്ലോ എന്നുള്ളൊരു ധാരണയിൽ പാണൻ രാരു എന്നാണ് പേര്, പാട്ടി കണ്ണി എന്നാണ് പേര്. അവരുടെ ചില കുത്തിവെച്ചിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് കുഴൽമന്നം പല്ലഞ്ചാത്തനൂർ. ഇന്നും അവിടെ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ സ്ത്രീ മരത്തിൽ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന വള്ളിയെ പിടിച്ച് നൃത്തം വെച്ചു എന്നാണ് പറഞ്ഞത്. എന്ത് നൃത്തമാണ് മൃഗത്തിൻ്റെ ഇടയിൽ? അപ്പോൾ അങ്ങനെ ഒരു നൃത്തം വെച്ചൊന്നും ഭർത്താവ് മുളയുടെ അലവ് കൊണ്ട് കൊട്ടി ഒരു ഭഗവതിനെ സ്തുതിച്ച് അങ്ങനെ പാടിയതാണ്. ആ സ്തുതിച്ച സമയത്ത് പാതിര 18-ാം നാഴിക എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ത്രീ രൂപം അവിടെ കാണുകയാണ്, പ്രത്യക്ഷപ്പെടുകയാണ്. അത് എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ഇടയിലാണ് കാട്ടാന കരടി, അതിൻ്റെ ചൊല്ലുണ്ട്, അതാണ് നമുക്ക് തെളിവ്. കാട്ടാന ഒരു കരടി പുലി ചെന്നായേ ഒരു ചെറുകുരങ്ങേ അയ്യോരേ വനത്തകത്തെ അന്ന് കളിക്കേ കണ്ടു തായേ. ഇത് 28 താളം ചൊല്ലുണ്ട്. അതാണ് പാട്ടിക്കളി. അതിന് പറയുന്നത് ഏഴുവട്ടം കളി പറയാം, പാട്ടിക്കളി പറയാം, വള്ളിയർത്ത കളി എന്നും പറയാം. വള്ളിയെ പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ, മരത്തിൽ കിടക്കുന്ന ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന വള്ളി. അതിന് ഇന്നും ദൈവപ്രീതിക്കായിട്ട് അമ്പലത്തിൽ നടത്തുന്നത് ആ പാട്ടിക്കളിയാണ് ആദ്യം. മനസ്സിലായി? പിന്നെ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ സ്ത്രീ ഈ മൃഗങ്ങളുടെ ഇടയിൽ കൂടെ കണ്ടപ്പോൾ ഇവർ അത്ഭുതപ്പെട്ട് നോക്കിയപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഏതി പോയിന്നറിയില്ല. സ്ത്രീ അടുത്ത് വന്നു, ഒരു രൂപം, ഇനി എൻ്റെ മക്കൾ ഇങ്ങോട്ട് വരണ്ട, കല്ലും കരുവും മണ്ണും മറയും എവിടെയുണ്ടോ, മണ്ണ് പറഞ്ഞ മരച്ചോട്, അമ്പലമില്ല, കുളവുമില്ല, പ്രതിഷ്ഠയില്ല, ദൈവത്തിൻ്റെ സങ്കല്പമായിട്ട് ഒന്നുമില്ല, പ്രകൃതിയാലുള്ളൊരു സ്ഥലത്ത് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്, വരം കൊടുത്തിരിക്കുന്നത്. അവിടെ ഇത് ചെയ്താൽ, ആവർത്തിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള വക കിട്ടും, ഇങ്ങോട്ട് വരണ്ട. ആ സ്ഥലമാണ് ഇന്ന് പാലക്കാട് ഈ കാണുന്ന ടൗണ്. ആർക്കെയും വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം മുത്തച്ഛന്മാരായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ഇത് ചൊല്ലി ആവർത്തിച്ച് വരുന്ന ഒരു കലാരൂപമാണ് ഈ പൊറാട്ട് കളി. അപ്പോൾ ഇത് ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കുറച്ച് നേരമേ ഉള്ളൂ. അവിടെ ആൾക്കാർ കൂടി എന്താ ശബ്ദം കേൾക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുമല്ലോ. അങ്ങനെ കൂടിയപ്പോൾ ഇവർക്ക് തിരിച്ചു പോകാൻ രാത്രി സമയത്ത് യാതൊരു വഴിയിൽ കാണില്ല, ഇരട്ടത്ത് ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലങ്ങളല്ലേ.
അപ്പോൾ അവരെന്ത് ചെയ്തു? ഓരോ ഉപജാതികളുടെ പട്ടികജാതി പട്ടികവർഗക്കാരായ താഴ്ന്ന വർഗക്കാരായ പുറജനങ്ങളായ കീഴാളരിൻ്റെ ജീവിത ചരിത്രങ്ങളൊക്കെ നോക്കിക്കണ്ട് പാട്ടും കളിയും കൊട്ടൊക്കെ ഉണ്ടാക്കി, വേഷമുണ്ടാക്കി. അതാണ് പൊറാട്ട്.